1850-ൽ ലോകത്ത് ഏകദേശം 1.2 ബില്യൺ ആളുകൾ. അതിൽ നിന്ന് 30 ദശലക്ഷം മനുഷ്യർ ഒരു യുദ്ധത്തിൽ മരിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിനു മുമ്പുള്ള ഏറ്റവും വലിയ യുദ്ധം. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ മറവി. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തൈപ്പിംഗ് കലാപത്തിൻ്റെ കഥ. ഒരു പരാജയപ്പെട്ട പരീക്ഷാ ഉദ്യോഗാർത്ഥി യേശുവിൻ്റെ അനുജനായി സ്വയം പ്രഖ്യാപിച്ച കഥ. 30 ദശലക്ഷം മരണങ്ങളുടെ കഥ. ലോകം മറന്നുകളഞ്ഞ യുദ്ധത്തിൻ്റെ കഥ. ചൈന, 1820-കൾ. ഒരു ചെറിയ ഗ്രാമത്തിൽ ഹോങ് സിയു ക്വാൻ, ദരിദ്ര കുടുംബം. സ്വപ്നം ഉദ്യോഗസ്ഥനാകണം. രാജകീയ പരീക്ഷ പാസ്സാകണം. ഹോങ് പഠിച്ചു, രാപ്പകൽ പഠിച്ചു, പരീക്ഷ എഴുതി. പരാജയം. വീണ്ടും പരാജയം. ആകെ 4 തവണ. 15 വർഷം. ഒരു ഘട്ടത്തിൽ അയാൾ ഭ്രാന്തനായി. അസുഖം, ഭ്രമം, കിടപ്പിലായി. ആ അവസ്ഥയിൽ അയാൾക്ക് സ്വപ്നം കണ്ടു. ഒരു വൃദ്ധൻ സ്വർണ്ണ താടിയുമായി പറഞ്ഞു, "നീ ദൈവത്തിൻ്റെ രണ്ടാമത്തെ മകൻ, യേശുവിൻ്റെ അനുജൻ, പിശാചുക്കളെ നശിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ." ഹോങ് സുഖം പ്രാപിച്ചു. പക്ഷേ മാറിപ്പോയി. അയാൾ പ്രസംഗിച്ചു, "ഞാൻ യേശുവിൻ്റെ അനുജൻ, കൺഫ്യൂഷ്യസ് പിശാച്, ബുദ്ധൻ പിശാച്, മഞ്ജു രാജവംശം പിശാചുക്കൾ." അയാൾ ഒരു സംഘമുണ്ടാക്കി, ദൈവാരാധനാ സമിതി. അവർ പറഞ്ഞു, എല്ലാവരും സമാനർ, എല്ലാവരും സമാനർ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശം. അടിമത്തം വേണ്ട, അഫീം വേണ്ട. പക്ഷേ വിശ്വസിക്കാത്തവർ രാക്ഷസന്മാർ, കൊല്ലണം. 1851 ഹോങ് സ്വർഗീയ സമാധാന രാജ്യം പ്രഖ്യാപിച്ചു. തിയൻവാങ് സ്വർഗീയ രാജാവ്. 1853 നാൻജിങ് പിടിച്ചു. അവിടെ 14 വർഷത്തെ ഭരണം. 3 തരം മരണം. 1 യുദ്ധം. 500-ൽ അധികം യുദ്ധങ്ങൾ. 2 വശവും തടവുകാരെ വധിച്ചു. 2 ക്ഷാമം. യുദ്ധം കൃഷി നശിപ്പിച്ചു. വിത്തില്ല, വിളവില്ല, കോടിക്കണക്കിന് വിശപ്പ്. 3 രോഗങ്ങൾ. കോളറ, ടൈഫസ്, പ്ലേഗ്. ആകെ മരണം. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം 6 ലക്ഷം. 1-ാം ലോകമഹായുദ്ധം 2 കോടി. തൈപ്പിംഗ് 3 കോടി. 30 ദശലക്ഷം. 14 വർഷത്തിനുള്ളിൽ. 1864 ഹോങ് മരിച്ചു. വിഷമോ രോഗമോ? ചില ചരിത്രകാരന്മാർ പറയുന്നു, ഭക്ഷണം പോലും ഇല്ലാതെ. അയാളുടെ മൃതദേഹം പട്ടുവസ്ത്രങ്ങളിൽ കണ്ടെത്തി. പിന്നീട് ചിതറിച്ചു, വീണ്ടും ജീവിക്കില്ല എന്നുറപ്പിക്കാൻ. തൈപ്പിംഗ് രാജ്യം തകർന്നു. പക്ഷേ 30 ദശലക്ഷം മരണം. ചൈനയുടെ ജനസംഖ്യ 430 ദശലക്ഷത്തിൽ നിന്ന് 350 ദശലക്ഷമായി. 80 ദശലക്ഷം ആളുകൾ. കലാപം, യുദ്ധം, ക്ഷാമം. എന്തുകൊണ്ട് ലോകം മറന്നു? കാരണമൊന്ന്, ഏഷ്യൻ യുദ്ധം. പാശ്ചാത്യ ചരിത്രം യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും യുദ്ധങ്ങൾ മാത്രം. തൈപ്പിംഗ് ചൈനീസ് ആഭ്യന്തര പ്രശ്നം, അത്രമാത്രം. കാരണം 2, സങ്കീർണത, മതം, രാഷ്ട്രീയം, ക്ഷാമം. ഒറ്റ വീഡിയോയിൽ പറയാൻ പറ്റാത്തത്. കാരണം 3, സൗകര്യപൂർവമായ മറവി. ചൈനീസ് ഭരണകൂടത്തിനും പാശ്ചാത്യ ശക്തികൾക്കും ആരും ഈ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചില്ല. ഈ കഥയുടെ പാഠം: ചരിത്രം എപ്പോഴും ന്യായം പറയുന്നില്ല. വിജയികൾ മാത്രമല്ല, അതിജീവിച്ചവരും എഴുതുന്നു. മറക്കപ്പെട്ട യുദ്ധങ്ങൾക്ക് ഇരകളുണ്ട്. അവരുടെ കഥകൾക്ക് വിലയുണ്ട്.
ഈ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത തവണ മറ്റൊരു മറക്കപ്പെട്ട കഥയുമായി ഞാൻ വരാം. അതുവരെ ചരിത്രത്തെ ചോദ്യം ചെയ്യൂ, ഓർമ്മിക്കാൻ മറക്കരുത്.